ജീരകമുണ്ട്, ഒരു 2 സ്പൂണ് കുരുമുളക്, മുഴുവൻ കുരുമുളകുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ മുഴുവൻ മല്ലി ചേർത്ത് ഇച്ചിരി ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഴുവൻ വറ്റൽമുളക് ഉണ്ടെങ്കിൽ മുഴുവൻ വറ്റൽമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ സാധാരണ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകും ജീരകവും കുഞ്ഞുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒത്തിരി അരച്ചെടുക്കരുത്, വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ചതയ്ക്കാൻ വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്തുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണണം. ഇനി ഇത് ചതച്ചെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ രസം ഏത് പാത്രത്തിനകത്താണോ വെക്കുന്നത് ആ പാത്രം അടുപ്പേ വെച്ച് അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ എടുത്ത് ഒഴിച്ച് കൊടുക്കണം. ഏത് കുക്കിംഗ് ഓയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതെടുക്കാം. അതിനകത്തോട്ടൊരു 1/4 സ്പൂൺ കടുകിട്ട് ആ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് നമ്മുടെ കൂട്ട്, നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ട് അതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ട് വേണമെങ്കിൽ പിന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക്. അതിന് ശേഷം തക്കാളി, ഒരു ചെറിയ മീഡിയം സൈസ് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ അതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഇട്ട് പച്ചമണം ഒന്ന് മാറുന്നോളം വരെ നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ അതിനകത്തോട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമ്മൾ ആദ്യമേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി ഒന്ന് പിഴിഞ്ഞ് ആ വെള്ളം അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്ത് ആ നമ്മുടെ മസാലയ്ക്കകത്തോട്ട് പുളിയും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് എന്തേരം രസം നമുക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള ഒന്നെങ്കിൽ തിളപ്പിച്ചാർച്ച് വെച്ചിരിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം. വെറും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ്. നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എനിക്കൊരു 3 ഗ്ലാസ് വെള്ളത്തിന് ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ചെറിയ കപ്പിന് ആ 3 ഗ്ലാസ് വെള്ളം ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കതിനകത്തോട്ട് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് അതിന് നമ്മുടെ തക്കാളിയുടെ സത്തുമൊക്കെ അതിനകത്ത് ഇറങ്ങി നല്ലപോലെ പുളിയൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കായപ്പൊടി ഇട്ട് നമുക്ക് വാങ്ങി വെക്കാം. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയ്ക്കൊക്കെ പനിയും ചുമയും ഒക്കെ ആയ സമയത്ത് നല്ലതാണ്. പിന്നെ വയറിന് എപ്പോഴും രസം നല്ലതാണ്. ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ്. എന്നാൽ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനകത്ത് ഇട്ടിട്ടില്ല. വേണ്ടിയവർക്ക് വേണേൽ ഇതിനകത്ത് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ പക്ഷേ ഇതിനകത്തൊന്നും ഇടുന്നില്ല. ഇതൊരു 3-4 ദിവസം പുറത്തിരുന്നാലും കേടാകാതിരിക്കും. ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല, സവോളയൊന്നും വഴറ്റി ചേർക്കുന്നില്ല. നമ്മൾ ആ 2-3 കുഞ്ഞുള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞ് 1-2 ആഴ്ച ഇരുന്നാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ രസമാണ്. പിന്നെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ വീഡിയോയൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.